ഇതിഹാസതാരം ലിയോണൽ മെസ്സിയും അർജന്റീൻ ടീമും കേരളത്തിലേക്ക് എത്തുമെന്ന പ്രഖ്യാപനം ഒടുവിൽ പാഴ്വാക്കായിരിക്കുന്നു. സ്റ്റേഡിയത്തിന് ഫിഫ അനുമതി ലഭിച്ചില്ല എന്ന് സ്പോൺസർ അറിയിച്ചു. മാർച്ചിൽ വരാനിരിക്കുന്ന അടുത്ത വിൻഡോയിൽ കേരളത്തിൽ കളിക്കുമെന്നാണ് പുതിയ അവകാശവാദം. പ്രതീക്ഷകൾ അവസാനിച്ചു. ഇതിഹാസ താരം ലിയോണൽ മെസ്സിയും അർജന്റീൻ ടീമും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല. നവംബറിലെ ഫിഫ വിൻഡോയിൽ സ്പെയിനിൽ പരിശീലനവും ഒപ്പം അങ്കോളയുമായി സൗഹൃദ മത്സരം മാത്രമെന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളത്തിലേക്ക് മെസ്സിയും സംഘവും എത്തില്ലെന്ന് സ്പോൺസർമാർ സ്ഥിരീകരിച്ചു. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഫിഫയുടെ അനുമതി ലഭിക്കാത്തതാണ് മെസ്സി കേരളത്തിലേക്ക് എത്താൻ വൈകുന്നത്. ഫിഫയുടെ നിയമം അനുസരിച്ചുള്ള വേദി സജ്ജീകരിക്കാത്തതാണ് കേരളത്തിന് തിരിച്ചടിയായതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കി. നമ്മുടെ ഫിഫ അപ്രൂവലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവലിന് 20 ദിവസം മുമ്പായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതിപ്പോൾ തയ്യാറായി വരികയാണ്. ശരിക്കും മിഞ്ഞാന്നായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ അപ്രൂവൽ എടുക്കാനുള്ള ശ്രമം നടക്കുക. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഒരു കുറവ് എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഇത് നമ്മൾ ആ സമയത്തിനാവുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. മെസ്സിയെ മാത്രം കൊണ്ടുവന്ന് റോഡ് ഷോ നടത്താനല്ല പരിശ്രമിക്കുന്നതെന്നും നവംബറിൽ തന്നെ ടീമിനെ എത്തിക്കാനുള്ള പരിശ്രമം തുടരുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫീൽഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ, സീറ്റിംഗ്, ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ കലൂരിൽ പൂർത്തിയായിരുന്നില്ല. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നവംബർ വിൻഡോയിലെ മത്സരത്തിൽ നിന്നും മെസ്സിപ്പട പിന്മാറിയത്. എന്നാൽ മത്സരം മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തതെന്നും ലോകകപ്പിന് മുന്നോടിയായി മാർച്ച് വിൻഡോയിൽ കേരളത്തിൽ മെസ്സിയും സംഘവും പന്ത് തട്ടുമെന്നും സ്പോൺസറുടെ അവകാശവാദം. അല്ല, അടുത്ത വിൻഡോ അതുകൊണ്ടാണ് ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക. ഇതിവിടെ ഗോട്ടി കളിക്കുകയല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് മുൻനിർത്തി കലൂരിലെ സ്റ്റേഡിയം മിനുക്കൽ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.